ലൈലയും മാന്ത്രിക നദിയും. ഉയർന്ന പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ കടുത്ത വരൾച്ച പിടിപെടുന്നു. ഇത് ഗ്രാമീണരുടെ ജീവിതത്തിനും ഉപജീവനത്തിനും ഭീഷണിയാണ്. ഒരിക്കൽ സമൃദ്ധമായിരുന്ന നദി വറ്റി, അതോടെ ജനങ്ങളുടെ പ്രതീക്ഷയും മങ്ങാൻ തുടങ്ങി. വിളകൾ നശിക്കുന്നു, മൃഗങ്ങൾ ദാഹിച്ചു വലയുന്നു, ഗ്രാമവാസികൾ നിരാശകർ ആകാൻ തുടങ്ങി. ഓരോ ദിവസവും ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് ഗ്രാമവാസികൾ വറ്റി വരണ്ട നദീതടത്തിൽ ഒത്തുകൂടി. ഹൃദയം നിറയെ പ്രതീക്ഷയുള്ള ധീരയും നിശ്ചയദാർഢ്യവുമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ലൈല. അവൾ ഓരോ ദിവസം കഴിയുന്തോറും അവളുടെ മാതാപിതാക്കളും അയൽക്കാരും കൂടുതൽ ഉത്കണ്ഠയോടെ കഴിയുന്നത് കാണുന്നു. ഒരു വൈകുന്നേരം ദൂരെയുള്ള ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാൻ അമ്മയെ സഹായിക്കുമ്പോൾ ഗ്രാമത്തിലെ മുതിർന്നവർ തമ്മിലുള്ള സംഭാഷണം ലൈല കേൾക്കുന്നു. ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രം കണ്ടെത്താനാകുന്ന ഒരു ജലസ്രോതസ്സായ ഒരു മാന്ത്രിക നദിയെക്കുറിച്ചായിരുന്നു അവർ സംസാരിക്കുന്നത്. ഐതിഹ്യമനുസരിച്ച് നദിക്ക് ജീവൻ പുനഃസ്ഥാപിക്കാനും ദേശത്തിന് സമൃദ്ധി കൊണ്ടുവരാനുമുള്ള ശക്തിയുണ്ട്. പക്ഷേ അത് വനത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്നു. നൂറ്റാണ്ടുകളായി ആരും പ്രവേശിക്കാൻ ധൈര്യപ്പെടാത്ത സ്ഥലമാണിത്. തന്റെ ഗ്രാമത്തെ രക്ഷിക്കാൻ തീരുമാനിച്ച ലൈല മാന്ത്രിക നദിയെ കണ്ടെത്താനുള്ള ഒരു യാത്ര ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് അവൾക്കറിയാം, പക്ഷേ അവളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി അവയെ നേരിടാൻ അവൾ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ അവൾ മാർഗനിർദ്ദേശം അഭ്യർത്ഥിക്കാൻ ഗ്രാമത്തിലെ ഏറ്റവും മുതിർന്നതും ബുദ്ധിമാനും ആയ മുത്തച്ഛനെ സന്ദർശിക്കുന്നു. അവളുടെ മുത്തച്ഛൻ ഒരിക്കൽ ധീരനായ പര്യവേക്ഷകൻ ലൈലയ്ക്ക് അവരുടെ കുടുംബത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു പുരാതന ഭൂപടം നൽകുന്നു. മാപ്പ് പഴയതും മങ്ങിയതുമാണ്, പക്ഷേ അത് നിഴലുകളുടെ വനത്തിലേക്കുള്ള പാത വ്യക്തമായി അടയാളപ്പെടുത്തുന്നു. അവളുടെ മുത്തച്ഛൻ അവൾ അഭിമുഖീകരിക്കാനിടയുള്ള അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ഗ്രാമത്തിന്റെ അവസാന നീരുറവയിൽ നിന്ന് ഒരു ചെറിയ കുപ്പി വെള്ളം അവൾക്ക് നൽകുന്നു. ഈ വെള്ളം നമ്മളുടെ ഗ്രാമത്തിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളും. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതായി തോന്നുമ്പോൾ ഇത് നിന്നെ നയിക്കും, മുത്തച്ഛൻ ലൈലയോട് പറഞ്ഞു. ലൈല തന്റെ യാത്ര പുറപ്പെടുന്നു. അവൾ നിഴലുകളുടെ വനത്തിന്റെ അരികിൽ എത്തുന്നതുവരെ ദിവസങ്ങളോളം നടന്നു. വനം ഇരുണ്ടതും മുൻകരുതലുള്ളതുമാണ്. അത്രയധികം ഉയരമുള്ള മരങ്ങൾ സൂര്യനെ തടയുന്നു. ലൈല കാട്ടിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ അവൾക്ക് ഭയങ്കരമായ ഒരു ഭയം അനുഭവപ്പെടുന്നു. പക്ഷേ അവളുടെ ഗ്രാമത്തോടുള്ള സ്നേഹത്താൽ അവൾ മുന്നോട്ട് നീങ്ങുന്നു. വനത്തിനുള്ളിൽ ലൈല വിചിത്രവും മാന്ത്രികവുമായ ജീവികളെ കണ്ടുമുട്ടുന്നു. ആദ്യത്തേത് വളച്ചൊടിച്ച വേരുകൾ കൊണ്ട് നിർമ്മിച്ച പാലത്തിന് കാവൽ നിൽക്കുന്ന പ്രായമുള്ള ഭീകരജീവിയായിരുന്നു. സ്വർണത്തിലല്ല, ലൈലയുടെ ഹൃദയത്തിൽ നിന്നുള്ള കഥയാണ് ആ ഭീകരജീവി ആവശ്യപ്പെട്ടത്. ആ ഭീകരജീവിയെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് തന്റെ ഗ്രാമത്തിന്റെയും താൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെയും ഒരു കഥ ലൈല അതിനോട് പറയുന്നു. പകരമായി ആ ഭീകരജീവി അവളെ കടന്നുപോകാൻ അനുവദിക്കുകയും അവളുടെ യാത്രയിൽ അവളെ സംരക്ഷിക്കാൻ അവൾക്ക് ഒരു ആകർഷണം നൽകുകയും ചെയ്യുന്നു. ലൈല കാടിന്റെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ അവൾ വിവിധ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുന്നു. കുറുക്കുവഴി അറിയാമെന്ന് അവകാശപ്പെട്ട് അവളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു സംസാരിക്കുന്ന കുറുക്കനെ അവൾ കണ്ടുമുട്ടുന്നു. എന്നിരുന്നാലും ലൈല തന്റെ മുത്തച്ഛന്റെ ഉപദേശം ഓർക്കുകയും കുറുക്കനു പകരം ഭൂപടത്തെ വിശ്വസിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. മറവിയുടെ ഒരു നദി അവൾ കണ്ടുമുട്ടുന്നു. അതിൽ നിന്നും ഒരു തുള്ളി വെള്ളം അവൾ കുടിച്ചാൽ അവളുടെ ദൗത്യം മറക്കാൻ ഇടയാക്കും. എന്നാൽ തന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ലൈല അത് ചെറുത്തുനിന്നു. ലൈല എക്കോസ് താഴ്വരയിൽ എത്തിയപ്പോഴാണ് ഏറ്റവും ഭയാനകമായ വെല്ലുവിളി വരുന്നത്. അവിടെ അവളുടെ ഏറ്റവും വലിയ ഭയവും സംശയങ്ങളും അവൾ സ്നേഹിക്കുന്നവരുടെ ശബ്ദങ്ങളിലൂടെ അവളിലേക്ക് പ്രതിഫലിക്കുന്നു. ഒരു നിമിഷം അവൾക്ക് അമിതഭാരം തോന്നുന്നു. പക്ഷേ അവളുടെ മുത്തച്ഛനിൽ നിന്നുള്ള വെള്ളക്കുപ്പി അവളുടെ ഗ്രാമത്തിന്റെ അവളിലുള്ള വിശ്വാസത്തെ ഓർമ്മിപ്പിക്കുന്നു. അവളുടെ കുടുംബത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ശക്തിയാർജിച്ച് ലൈല മുന്നോട്ടു പോയി. അവസാനം ലൈല ഒരു മറഞ്ഞിരിക്കുന്ന വനത്തിലെ തുറസായ സ്ഥലം കണ്ടെത്തി. അവിടെ ഒരു മാന്ത്രിക നദി ഒഴുകുന്നതായി അവൾ കണ്ടു. അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമാണ് ആ നദി. വജ്രങ്ങൾ പോലെ തിളങ്ങുന്ന വെള്ളവും ജീവൻ തുളുമ്പുന്ന മൃദുവായ പ്രവാഹവും. ലൈല നദിയുടെ അടുത്തേക്ക് ചെന്നു. പക്ഷേ ഉടൻ തന്നെ നദിയുടെ മാന്ത്രികത കൂടുതൽ കൂടുന്നതുപോലെ ലൈലയ്ക്ക് തോന്നി. അതുകൊണ്ട് ആ നദിയുടെ അടുത്തേക്ക് പോകാൻ അവൾ മടിക്കുന്നു. ലൈല നദിക്കരയിൽ മുട്ടുകുത്തിയിരിക്കുമ്പോൾ നദിയിൽ നിന്നും ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നതായി ലൈല കണ്ടു. അത് ഒരു വൃദ്ധ ആയിരുന്നു. വെള്ളവും വെളിച്ചവും കൊണ്ട് നിർമ്മിച്ചതായി തോന്നിക്കുന്ന ഒരു ജ്ഞാനിയായ വൃദ്ധ. ജലത്തിന്റെയും ജീവന്റെയും പ്രകൃതിയുടെ തുല്യഭാവം. പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ നദിയുടെ മാന്ത്രിക തുറക്കാൻ കഴിയൂ എന്ന് ആ വൃദ്ധ ലൈലയോട് പറഞ്ഞു. കാടിന്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും ഓരോ തുള്ളിയുടെ മൂല്യവും മനസ്സിലാക്കാൻ പഠിക്കുകയും ചെയ്ത ലൈല തന്റെ ഗ്രാമത്തിന്റെ ആവശ്യത്തെക്കുറിച്ചും ജീവൻ വീണ്ടെടുക്കാനുള്ള അവളുടെ ആഗ്രഹത്തെക്കുറിച്ചും ഹൃദയത്തിൽ നിന്ന് ആ വൃദ്ധയായ മുത്തശ്ശിയോട് സംസാരിച്ചു.
ലൈലയുടെ ആത്മാർത്ഥതയും ഗ്രാമത്തോടുള്ള സ്നേഹവും കണ്ട ആ മുത്തശ്ശി അവൾക്ക് മന്ത്രജലം നൽകുന്നു. ലൈല വീട്ടിലേക്ക് മടങ്ങുകയും വറ്റിപ്പോയ നദീതടത്തിലേക്ക് മാന്ത്രിക ജലം ഒഴിക്കുകയും നദിയെ പുനഃസ്ഥാപിക്കുകയും തന്റെ ഗ്രാമത്തെ രക്ഷിക്കുകയും ചെയ്തു. കഥയുടെ ഗുണപാഠം: പ്രകൃതിയോടുള്ള ആദരവും ധൈര്യവും വലിയ പ്രതിഫലങ്ങൾക്ക് ഇടയാക്കും.